ഗൈസ് വെൽക്കം ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മുടെ ലിയോ മോൻ്റെ ബർത്ത്ഡേ ആണ്. ക്യാമറ അവിടെ നോക്കും. അടിപൊളി ഗൈസ്, ഞങ്ങൾ പുതിയ ഫോൺ മേടിച്ചു. അപ്പോൾ അതിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. നൈസ്, സൂപ്പർ ക്ലാരിറ്റി അല്ലേ? അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത്, ഞങ്ങൾ ഇന്ന് ലിയോന് കേക്ക് വേണ്ട ബർത്ത്ഡേക്ക്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ബലൂൺ സ്പോൺസർ ചെയ്യുന്ന ഒരു കേക്ക് ഉണ്ടാക്കാമെന്ന്. പക്ഷെ അവന് വേണ്ട, അവന് ബ്രൗണീസ് ആണ് വേണ്ടത്. അപ്പോൾ നമ്മളിത് ബ്രൗണി ഉണ്ടാക്കാൻ പോകണം. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഗൈസ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ലിയോ മോന് ഒരു ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ. ലിയോണ് നാളെ വരും. ഓക്കെ ഗൈസ്, നമ്മളിന്ന് ബ്രൗണി ഉണ്ടാക്കാൻ പോവാണ്. ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ്, നമ്മുടെ ബ്രൗണി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടുള്ള സംഭവം ഡാർക്ക് ചോക്ലേറ്റ് ആണ് ബ്രൗണിയുടെ മെയിൻ. അപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ്, ഇതിപ്പം ഇതിൻ്റെ പെർസെൻറ്റേജ് എത്രയാണെന്ന് ഡാർക്ക് ചോക്ലേറ്റിന് കൊക്കോയുടെ പെർസെൻറ്റേജ് എത്രയാണെന്ന് ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടില്ല. പക്ഷെ എന്നാലും കൊക്കോ കണ്ടന്റ് കൂടുതലുള്ള ഡാർക്ക് ചോക്ലേറ്റ് വേണം എടുക്കാനായിട്ട്. അപ്പം ഇത് 1/2 kg ഉണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ പകുതിയാണ് എടുക്കുന്നത്. 250 grams എടുക്കുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ ബട്ടറുമായിട്ട് മെൽറ്റ് ചെയ്യണം. അപ്പോൾ ബട്ടർ ഞാൻ എടുത്തിരിക്കുന്നത് 200 grams ഓഫ് ബട്ടറാണ്. അപ്പം ഇത് രണ്ടും കൂടി നമ്മൾ ഡബിൾ ബോയിൽ മെത്തേഡിൽ മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ പകുതി മാറ്റം ഫുൾ ഇടണോ ചോക്ലേറ്റ് ഇതിൽ? മറ്റത് ഗ്രേറ്റ് ചെയ്തിടണോ മേളിൽ? പക്ഷെ ടു മച്ച് ചോക്ലേറ്റ് ആവൂടാ. ഇറ്റ്സ് ഓക്കെ. എന്തായാലും ഇവിടെ ചോക്ലേറ്റ് ഫാൻസ് ആണ് ഇവിടെ വീട്ടിലെല്ലാവരും, ഞാൻ ഒഴിച്ചെല്ലാവരും. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങനെ ഒന്ന് ഇട്ട് നോക്കാം. മേളിൽ കുറച്ച് ഗ്രേറ്റ് ചെയ്തൊക്കെ ഇടാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഡബിൾ ബോയിൽ മെത്തേഡിൽ നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം, ചോക്ലേറ്റും ബട്ടറും. സോ അതാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലെറ്റ്സ് ഡു ഇറ്റ്. എന്നിട്ട് പിന്നെ ഒരു കാര്യം മറന്നുപോയി, നമ്മുടെ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യണം. ഇതിപ്പോൾ ഞാൻ 180 ഡിഗ്രിയിൽ ഞാൻ ഒരു 10 minutes പ്രീ ഹീറ്റ് ചെയ്തിട്ടേക്കുവാണ്. സോ പ്രീ ഹീറ്റ് ചെയ്യാനിട്ടേക്കുവാണ്. സോ അപ്പം അതിന് മുന്നേ ഈ 250 grams എടുത്തിട്ട് നമുക്കൊന്ന് ചോപ്പ് ചെയ്തിട്ട് ബട്ടറായിട്ടൊന്ന് മെൽറ്റ് ചെയ്യാം. ഡു ഇറ്റ്, ലെറ്റ്സ് ഡു ഇറ്റ്. ഒപ്പിച്ചിട്ട് ഷോക്ക് അത്രയും എടുത്താൽ മതിയായിരുന്നു. സംടൈംസ് എൻ്റെ ആ ഒരു സ്റ്റാൻഡേർഡ് അങ്ങ് പോകും ഗൈസ്. ശരി, തകർക്കാൻ ആരും എന്നെ തകർക്കാനല്ല. അപ്പോ ഹായ്, വാവ്, നൈസ്. സ്മെൽ ചെയ്യണോ? ഗൈസ്, ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ്, കെസിയാസ് ഫേവറേറ്റ്. അപ്പോൾ ഇതിൻ്റെ ഹാഫ്, ഇത് 3 ഉള്ളൂ. ഇപ്പോൾ 1 2 3 ഉള്ളൂ. അപ്പം 4 ഉണ്ടായിരുന്നെങ്കിൽ 2 മാറ്റിയാൽ മതി. ഇതിപ്പോൾ ഫുൾ. അപ്പം ഞാൻ ഐ വോണ്ട് ടു കട്ട് ഇറ്റ് ലൈക്ക് ദിസ്. യെസ്. കറക്റ്റ്. ഒരു സ്ട്രഗിളും ചെയ്യാതെ എനിക്ക് 2 പീസ് കിട്ടിയിരിക്കുന്നു ഗൈസ്. വാവ്, ഐ ആം സോ പ്രൗഡ് ഓഫ് മൈസെൽഫ്. അപ്പോൾ ഗൈസ്, നമുക്ക് പകുതി കിട്ടിയിട്ടുണ്ട്. ഇതെന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ചെറിയ പീസ് ആക്കണം. സോ ദാറ്റ് മെൽറ്റ് ചെയ്യാൻ നമുക്ക് ഭയങ്കര എളുപ്പം, അത് പെട്ടെന്ന് മെൽറ്റ് ആവും. അപ്പം യെസ്. സി, ഞാൻ ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു ഇത് കണ്ടുപിടിച്ചു. സി, പെട്ടെന്ന് പോയിന്റ് ചെയ്തിട്ട് വാവ്. ഗൈസ്, ഈ സംഭവം ഉണ്ടല്ലോ ഞാനിപ്പോൾ ചെയ്യുന്നത്, ഇങ്ങനെ ചെയ്യുന്ന സാധനം. ഇത് പപ്പ നമ്മുടെ ജനല് കട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും പപ്പ ഉള്ളി വെച്ചിട്ട് ഇങ്ങനെ കൈവച്ച് സംഭവം പരിപാടി ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഞാനൊന്ന് പരീക്ഷിച്ചതാണ്. നമുക്കിത് ഒരു ബൗളിലോട്ടിടാം. എന്നിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ? മെൽറ്റ് ചെയ്യാൻ. ഓക്കെ, ഇതിടണം. അതിൻ്റെ കൂടെ ബട്ടറും കൂടി ഇടണം. ബട്ടർ. ഓക്കെ ഗൈസ്, ഇത് റൂം ടെമ്പറേച്ചർ ബട്ടറാണ്. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചത് ഞാൻ എടുത്ത് മാറ്റിയതാണ്. അപ്പോൾ ഈ 200 grams ഞാൻ ഇതിലോട്ട് ഇടുവാണ്. ഓക്കെ, grams of 115 grams.
ഓക്കെ, ക്യാൻ ബി നമുക്ക് ഈ ഒരു ബട്ടർ ഇത്രയും യൂസ് ചെയ്താലോ? വി ഡോണ്ട് വോണ്ട് ടു യൂസ് ടു മച്ച്. വാട്ട് ഡു യു തിങ്ക്? What do you think? Okay, let's do this. Okay, നമുക്ക് ആദ്യം 100 grams of, കാരണം നമുക്ക് ഫാറ്റ് ലെവൽ ഒന്ന് കുറച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ നമ്മുടെ ബ്രൗണിയുടെ ഒരു ഔട്ട്കം വരുന്നത് നോക്കാം. അപ്പോൾ ഇതിപ്പോൾ 250 grams of സോഫ്റ്റ്നെസ് കിട്ടും. ലെറ്റ്സ് ട്രൈ. നമുക്ക് എപ്പോഴും പരീക്ഷണങ്ങളാണല്ലോ നമ്മുടെ മെയിൻ എന്ന് പറയുന്നത്. സോ അപ്പോൾ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് 250 grams ഓഫ് ഡാർക്ക് ചോക്ലേറ്റ്, പിന്നെ 100 grams ഓഫ് ബട്ടറാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് പ്രൊപ്പോർഷൻ നമ്മൾ ഇത് സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ ഈ ഒരു റെസിപ്പി 100% സക്സസ്ഫുൾ ആവും, അല്ലെങ്കിൽ എന്നൊരു ചോദ്യമില്ല. ആക്ച്വലി നമ്മൾ ആയിരിക്കും. അപ്പോൾ ബട്ടർ നമ്മുടെ ഫാറ്റ് കണ്ടന്റ് കുറച്ച് കുറയ്ക്കാനാണ് നമ്മൾ നോക്കുന്നത്. സോ ലെറ്റ്സ് സീ ഇതെങ്ങനെ നമുക്ക് നല്ല രീതിയിൽ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. സോ എനിവേ 200 grams ഓഫ് ചോക്ലേറ്റ്, 100 grams ഓഫ് ബട്ടർ നമ്മൾ എന്ത് ചെയ്യും? ബെൽറ്റ് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ അതേ നമ്മുടെ കുക്കറാണ് എടുത്തിരിക്കുന്നത്. കുക്കറിന്റെ മുകളിൽ ഞാനൊരു പാത്രം വെച്ചിരിക്കുകയാണ്. അതിലാണ് ഞാൻ ഡബിൾ ബോയിൽ ചെയ്യുന്നത്. അപ്പോൾ കുക്കറിൻ്റെ അകത്ത് വെള്ളമുണ്ട്, അതിൻ്റെ മുകളിൽ നമ്മൾ പാത്രത്തിൽ ബട്ടറും ചോക്ലേറ്റും ഓൾറെഡി മെൽറ്റായി. സോ the first part is over. Like wow, so smooth. അപ്പോൾ ഗൈസ്, ഒരിക്കലും വെള്ളമൊന്നും ഇതിനകത്ത് പറ്റാതെ നോക്കണം. കാരണം നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യുമ്പോൾ ബട്ടർ ആൻഡ് ചോക്ലേറ്റ് ആണ് മാത്രമേ കാണാറുള്ളൂ. അതിൽ വെള്ളം, പാല്, ചക്ക, മാങ്ങയൊന്നും കാണരുത്. സോ ഓൺലി ചോക്ലേറ്റ് ആൻഡ് ബട്ടർ. വാവ്. ഇനി ഈ പാത്രം എങ്ങനെ ഇതിൻ്റെ അകത്ത് നിന്ന് എടുക്കും? നല്ല ചൂടാണ്. സോ ഹൗ? ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. Kesia, what do you feel about my brownie? ഞാൻ കഴിച്ചില്ല. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്തിട്ട് ഇത് ഓൾറെഡി മെൽറ്റായി. ഇപ്പം വീഴും. ഗൈസ്, അപ്പോൾ ഈ മെൽറ്റ് ചെയ്ത സാധനം, അപ്പം ഒരു സംഭവം മെൽറ്റ് ചെയ്ത സാധനം എന്താണെന്ന് അറിയാം. ഇനി കുറച്ച് നേരം തണുക്കാൻ വെക്കണം. അപ്പോൾ ചൂടോടെ നമ്മളൊന്നും ചെയ്യരുത്, കുറച്ച് നേരം തണുക്കാൻ വെക്കുക. ബൈ ദി ടൈം നമുക്ക് എന്ത് ചെയ്യണം കെസിയ? ഒന്നും ചെയ്യുന്നില്ല, ഇത് തണുത്തിട്ട് ഇതിൻ്റെ അകത്ത് തന്നെയാണ് നമ്മളെല്ലാം മിക്സ് ചെയ്യുന്നത്. സോ ബൈ ദി ടൈം യു ആർ നോട്ട് ഡൂയിങ് എനിത്തിങ്, ഇതൊന്നും തണുക്കാനുള്ള വെയിറ്റ് ചെയ്യണം. ദാറ്റ്സ് ഓൾ. ഓക്കെ, then mix well. നന്നായിട്ട് മിക്സ് ചെയ്യണം ഗൈസ്. എന്ത് കളറല്ലേ? സോ നൈസ്, സോ ഉടുപ്പിൻ്റെ കളറാണ് ഗൈസ്. നല്ല അടിപൊളി കൺസിസ്റ്റൻസിയാണ് ഇത് വരുന്നത്. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. എന്നാ കാണിട്ട് ഗൈസ്? അപ്പോൾ നമ്മൾ മെൽറ്റഡ് ബട്ടർ ആൻഡ് ചോക്ലേറ്റ് മെൽറ്റിലോട്ട് കുറച്ച് ഹാഫ് കപ്പ് ചോക്ലേറ്റ് പൗഡർ, കൊക്കോ പൗഡർ ചേർത്തു. ഇനി ഒരു 1.5 കപ്പ് ഷുഗർ, 1.5 കപ്പ്. ഡയബറ്റീസ് ആയിരുന്നാൽ മതി. നമ്മൾ ചോക്ലേറ്റ് ഓൾറെഡി ആഡ് ചെയ്തില്ല, പിന്നെ എന്തിനാ പഞ്ചസാര? ചോക്ലേറ്റ് ഈസ് നോട്ട് ദാറ്റ്. ചോക്ലേറ്റ് ഈസ് നോട്ട്, അത് ഇതല്ലേ, ഇറ്റ്സ് നോട്ട് ദാറ്റ് സ്വീറ്റ്. അപ്പോൾ ഷുഗർ നമ്മൾ ഇപ്പോൾ ഞാൻ 1.5 കപ്പാണ് ഞാൻ ഷുഗർ ആഡ് ചെയ്തത്. സോ ഇപ്പോൾ നമുക്ക് ഷുഗർ കുറവ് വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ. എന്നിട്ട് നമുക്ക് ഒരു മുട്ട, ഫസ്റ്റ് egg, I'm adding first egg, 1 by 1. അപ്പോൾ ആ ഷുഗറൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്യണം. സോ
സെക്കൻഡ് വൺ, രണ്ടാമത്തെ മുട്ട. So we need the fourth, third one, third egg. ഇനി ഒരു ഇച്ചിരി വാനില എസൻസ് ചേർക്കണം. സോ ഈ പരുവായിട്ടുണ്ട്, അപ്പോൾ കുറച്ച് വാനില എസൻസ് ചേർക്കാം. അപ്പോൾ ഷുഗറൊക്കെ കുറച്ചൊന്ന് മെൽറ്റായി വരണം. സോ യാ, സോ ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ലാസ്റ്റ്. ചൂടെടുക്കുന്ന വെച്ചാൽ അടുക്കള ഒരു റേസ് വെക്കണം അല്ലേ. Too hot. Guys, baking is always a fun. ഇപ്പോൾ നമ്മുടെ ബലൂൺസിലേക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ ബേക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഐ ഡോണ്ട് ടേക്ക് ഇറ്റ് സീരിയസ്. ഇപ്പോൾ ഈവനിങ് ടൈം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഷോപ്പ് കഴിഞ്ഞും ഈവനിങ് വന്നിട്ടായിരിക്കും ഞാൻ കൂടുതലും എനിക്ക് കാര്യങ്ങളുള്ള ബേക്ക്, പിന്നെ എന്തുള്ള കേക്ക്, ബ്രൗണീസ്, കുക്കീസ് ഒക്കെ ചെയ്യാനുള്ളത്. സോ ഇപ്പോൾ നമ്മൾ ഭയങ്കര ഒരു പ്രഷറായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ എവറിത്തിങ് നമ്മളെല്ലാം കുളമാക്കും. സോ ടേക്ക് ഇറ്റ് ഈസി, ലൈക്ക് ടേക്ക് ഇറ്റ് ആസ് എ ഫൺ. സോ ദ ലാസ്റ്റ് വൺ, നമ്മുടെ 1 കപ്പ് മൈദ. 1 cup maida. So this is the last ingredient. ഇത് ചീത്തയാവേണ്ട സാധ്യതകൾ മുഴുവൻ ഞാൻ കാണുന്നുണ്ട്. This is gonna be a chewy brownie, I think. Why? Why are you laughing? Why are you laughing, Kissy? Guys, I believe you guys trust me. You trust the process. ഇതിപ്പോൾ ഇങ്ങനെ കാണുന്നതുകൊണ്ട് നിങ്ങൾ okay, what is this എന്ന് ചിന്തിക്കില്ല. കാരണം നമ്മൾ ബട്ടർ, ബിക്കോസ് ഓൾ ദ ടൈം വെൻ ഐ ബേക്ക് ഞാൻ എപ്പോഴും ബേക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിൽ നമ്മൾ എത്രത്തോളം നമ്മളത് ഹെൽത്തി ആക്കാം, ടേസ്റ്റി ആക്കാം, അതാണ് ഞാൻ നോക്കുന്നത്. സോ ഐ ഡോണ്ട് വോണ്ട് ടു യൂസ് ടു മച്ച് തിങ്സ് ആൻഡ് സോ ഒരു 115 ഗ്രാംസ് ബട്ടറാണ് വേണ്ടത്. പക്ഷെ നമ്മൾ യൂസ് ചെയ്ത് 100 ഗ്രാംസ് ഉള്ളൂ. സോ ഐ reduced 15 grams. So കാരണം I don't want to that is my main thing. സോ ടിൻ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സോ അപ്പം നമ്മളിതെല്ലാം കഴിഞ്ഞിട്ട് ടിന്നിലോട്ട് മാറ്റും. ബട്ട് ബിഫോർ ദാറ്റ് നമ്മളിതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യണം. മാവ്, ചോക്ലേറ്റ്, കൊക്കോ പൗഡർ, ഷുഗർ, അതെല്ലാം സെറ്റ് ഈ ചേർന്ന് സോ പെട്ടെന്ന് നമുക്ക് തകർത്ത് കിട്ടാം. കാരണം ഇവിടെ നമ്മുടെ ബ്രൗൺ ഇതാ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇതൊരിക്കലും ഒരു ഫ്ലോപ്പ് അല്ല. നല്ല ഹെൽത്തി മെയ്ഡ്. ഞാൻ നല്ല ഫാറ്റൊക്കെ കുറച്ചിട്ടാണ് ചെയ്തത്. ബട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ എന്താണ് ടേസ്റ്റ് എന്ന് ഞാൻ പറയാം. പക്ഷേ എന്നാലും ഇതൊരിക്കലും ഒരു ഫ്ലോപ്പ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ബട്ട് ദിസ് ഇസ് എ സക്സസ്ഫുൾ റെസിപ്പി. അപ്പം ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതുപോലുള്ള റെസിപ്പീസ് അല്ലെങ്കിൽ ഇതുപോലുള്ള സ്വീറ്റ് ഡെസേർട്സ് കഴിക്കണമെങ്കിൽ നമ്മുടെ ഷോപ്പിലോട്ട് വന്നാൽ മതി. നിങ്ങൾ എൻ്റെ സബ്സ്ക്രൈബർ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഐ വിൽ ഗീവ് എ ബ്രൗണി ഫോർ ഫ്രീ. അല്ലേ കിസിയ? യെസ്. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ആനിയൊക്കെ വരാനുണ്ട്. അപ്പോൾ എൻ്റെ സിസ്റ്ററൊക്കെ വരണം. അപ്പോൾ അതൊക്കെ അവൾ വന്നിട്ടേ നമ്മൾ കട്ടൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ യാ ബ്രൗണി എങ്ങനെയുണ്ടടാ ലിച്ചു? ബ്രൗണി എങ്ങനെയുണ്ട്? അടിപൊളിയാണോ?
ഇഷ്ടപ്പെട്ടോ? ബ്രൗണി എങ്ങനെയുണ്ട് ഡാനി? എങ്ങനെയുണ്ട് കേസി ബ്രൗണി? അടിപൊളി. ഓക്കെ. അപ്പോ നമ്മുടെ ലിയോൺ മേക്കപ്പ് വിഷയം ലിയോ മേക്കപ്പ് വിഷ്ടാ ഒരു വിഷയം തന്നെ പറ്റത്തുള്ളൂ. ഒരു വിഷയം പെട്ടെന്ന് തിരി ഇപ്പൊ തീരും. ആ ഹാപ്പി ബർത്ത്ഡേ പാടില്ല. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ ലിയോൺ, ഹാപ്പി ബർത്ത്ഡേ ടു യു.